Dear students, construction management and safety engineering എന്നുള്ള സബ്ജക്റ്റിൽ 10th പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 2-ലെ ലാസ്റ്റ് പാർട്ടാണ് ഇത് വരുന്നത്, മെഷർമെൻറ്റ് ഓഫ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് എം ബുക്ക് എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെഷർമെൻറ്റ് ബുക്ക്. മെഷർമെൻറ്റ് ബുക്കിൻ്റെ ഷോർട്ട് ഫോമാണ് എം ബുക്ക് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏജൻസി ആണോ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, ആ ഏജൻസിയുടെ കയ്യിലുള്ള യൂസ് ചെയ്യുന്നൊരു ബുക്കാണ്, കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നൊരു ബുക്കാണ് എം ബുക്ക് എന്ന് പറയുന്നത്. ബുക്കാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ബുക്കിൻ്റെ ഷോർട്ട് ഫോമാണ് എം ബുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏജൻസി ആണോ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, ആ ഏജൻസി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ യൂസ് ചെയ്യുന്ന ബുക്കാണ് എം ബുക്ക് എന്ന് പറയുന്നത്. ആ ബുക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എൻട്രി ചെയ്യുക, ഏത് വർക്കാണ് ചെയ്തത്, ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് വർക്ക്, ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസ്, ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എം ബുക്കിലാണ് എൻട്രി ചെയ്യാറ്. മെഷർമെൻറ്റ് ബുക്ക് എന്ന് പറയുന്നത് ജനറലായിട്ട് യൂസ് ചെയ്യുന്നത് ജൂനിയർ എഞ്ചിനീയർ ഓർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. സൈറ്റിൽ അല്ലെങ്കിൽ ഫീൽഡിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ജൂനിയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സ് ആണ്. ജൂനിയർ എഞ്ചിനീയേഴ്സിൻ്റെ താഴെ ഡെസിഗ്നേഷനുള്ള ഒരാളും ആ ബുക്ക് യൂസ് ചെയ്യില്ല. കാരണം ടെക്നിക്കൽ ഫീൽഡിലെ ഏറ്റവും ലോവസ്റ്റ് ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ ആണ്. എം ബുക്കിലുള്ള ക്വാണ്ടിറ്റീസ് നോക്കിയിട്ടാണ് നമ്മൾ വിൽ ബി മേക്കിംഗ് പേയ്മെൻറ്റ്സ് ടു ദ കോൺട്രാക്ടർ. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് വേണം എം ബുക്കിൽ എൻട്രി ചെയ്യാനായിട്ട്. ദെൻ ബേസിക്കലി 3 ടേംസ് ആണ് അതിലുണ്ടാവുന്നത്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്ത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കോൺട്രാക്ടർ ഒരു സ്ലാബാണ് കാസ്റ്റ് ചെയ്തതെങ്കിൽ, സോ ആൻഡ് ഹി വോൺസ് ദ പേയ്മെൻറ്റ് നമ്മൾ എങ്ങനെ കൊടുക്കുക, ആ സ്ലാബിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും എം ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. യൂസിങ് ദാറ്റ് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ആസ് സം ക്യൂബിക് മീറ്റർ അല്ലേ. ആ ക്വാണ്ടിറ്റി കിട്ടിയ ശേഷം വാട്ട് വിൽ ബി ഡൂയിങ്, നമ്മുടെ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കും ഇത്ര റേറ്റ് ആണ് ഒരു മീറ്റർ ക്യൂബൻ എന്ന് പറഞ്ഞിട്ട്. സോ വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ റേറ്റ് ഓഫ് ദ സ്ലാബ് കാസ്റ്റ് ചെയ്ത സ്ലാബിൻ്റെ റേറ്റ് എഗ്രിമെൻറ്റ് റേറ്റുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തം എത്ര ക്യൂബിക് മീറ്റർ ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അത്രയും ക്യൂബിക് മീറ്ററിന് എത്ര റുപ്പീസാന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വിൽ ബി പേയിങ് ദാറ്റ് എമൗണ്ട് ടു ദ കോൺട്രാക്ടർ. ദെൻ കോൺക്രീറ്റിംഗ് വർക്ക്സ് ആണെങ്കിലും ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യും. സെയിം തിങ് ഇസ് റിപ്പീറ്റിംഗ് ഫോർ എവറി പാറ്റേൺ ഓഫ് വർക്ക്. ഓക്കെ, അപ്പോൾ സബ് കോൺട്രാക്ടർ ആയിരിക്കും ചെയ്യുന്നത്, എന്നിട്ട് സൈറ്റ് എഞ്ചിനീയർ വെരിഫൈ ചെയ്യും. ദെൻ വി വിൽ ബി പേയിങ് ഇറ്റ് ടു ദ കോൺട്രാക്ടർ. ദെൻ ഇൻ ദ കേസ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് വർക്ക്സ് അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എല്ലാം വരുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് വിൽ ബി വി ഹാവ് ടു പ്രിപ്പയർ ദ BBS ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. എന്നിട്ട് നമ്മൾ മാനുവലി മെഷർമെൻറ്റ് ബുക്കിൽ അത് എൻട്രി ചെയ്യും. ദെൻ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ വിൽ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദാറ്റ്. എം ബുക്കിന് ഫോമാറ്റ് എന്ന് പറയുന്നത് കോൺട്രാക്ടർ നെയിം, കോൺട്രാക്ടർ നമ്പർ, പ്രോജക്റ്റ്, ഡേറ്റ്, ദെൻ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ്. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ദെൻ റെക്കോർഡ് എൻട്രി ഇൻ മെഷർമെൻറ്റ് ബുക്ക്. എങ്ങനെ മെഷർമെൻറ്റ് ബുക്കിൽ നമ്മൾ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ ഡേറ്റ് ഓഫ് മെഷർമെൻറ്റ് ടേക്കൺ, ഏത് ദിവസമാണോ മെഷർമെൻറ്റ് എടുക്കുന്നത് ആ ഡേറ്റ് മെൻഷൻ ചെയ്യണം. ദെൻ ബിൽ ഓഫ് ക്വാണ്ടിറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ ഓരോ ന്യൂ മെഷർമെൻറ്റ്സിൻ്റെയും സീരിയൽ നമ്പർ വിത്ത് ഐറ്റം നമ്പർ ഓഫ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി, അങ്ങനെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് പോകുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദെൻ ഓരോ മെഷർമെൻറ്റ് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അപ്പോൾ എക്സ്കവേഷൻ, കോൺക്രീറ്റ് പോലെയുള്ള വോളിയോമെട്രിക് മെഷർമെൻറ്റ് ആണെങ്കിൽ വി ഹാവ് ടു മെൻഷൻ ദ യൂണിറ്റ് ആസ് വാട്ട്, ക്യൂബിക് മീറ്റർ ഓർ ക്യൂമെക്. സിമിലർലി ഫോർ aerial measurements like plastering work, DPC, damp proof course, etc., we have to mention the unit as square meters or meter square. അതേപോലെ തന്നെ ലീനിയർ മെഷർമെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ വി ഹാവ് ടു മെൻഷൻ ഇറ്റ് ആസ് മീറ്റർ ഓർ റണ്ണിങ് മീറ്റേഴ്സ്. സോ അതുപോലെ ഓരോ മെഷർമെൻറ്റ് ബുക്കിലെ ഓരോ പേജിലും അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ടോട്ടൽ പേജിലുള്ള ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ പേജിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് ഇറ്റ് വിൽ ബി ഫോർവേഡ് ടു ദ അബ്സ്ട്രാക്ട് ബുക്ക്. ദെൻ ഗവൺമെൻറ് സെർവൻസ് ആണ് ഇത് ചെയ്യുന്നുണ്ട്. ഈ മെഷർമെൻറ്റ് ബുക്സിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഗവൺമെൻറ് സെർവൻസ് തന്നെ ഒബ്സർവ് ചെയ്തിരിക്കണം. ദെൻ എല്ലാ മെഷർമെൻറ്റ്സ് എന്താണ് നീറ്റായിട്ട് തന്നെ ബുക്കിൽ എൻട്രി ചെയ്തിരിക്കണം. എവിടെയാണോ അതിന് വേണ്ടിയുള്ള സ്പേസ് ഉള്ളത് ആ സ്പേസിൽ തന്നെ കറക്റ്റായിട്ട് എൻട്രി ചെയ്തിരിക്കണം.
ദെൻ ഏത് ഗവൺമെൻറ് സെർവൻ്റ് ആണോ കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് അദ്ദേഹം തന്നെ ആയിരിക്കണം പ്രോപ്പറായിട്ട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് മീൻസ് ഗവൺമെൻറ് സെർവൻറ്റിൻ്റെ ഓതറൈസ്ഡ് എക്സിക്യൂട്ടീവ് സബോർഡിനേറ്റ്. ദെൻ 1 to 6 എന്നുള്ള കോളംസ് പ്രോപ്പറായി ഫില്ല് ചെയ്തിരിക്കണം. അങ്ങനെ ഓരോ മീൻസ് ഏത് ലൈനും ലെഫ്റ്റാക്കി വിടാൻ പാടില്ല. എന്തെങ്കിലും ലെഫ്റ്റായി വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കണം, ഇറ്റ് ഷുഡ് ബി ക്യാൻസൽഡ്. ഏരിയ നമ്മൾ എവിടെയും ലീവ് ചെയ്യാൻ പാടില്ല, ബ്ലാങ്കായി എവിടെയും ലീവ് ചെയ്യാൻ പാടില്ല. ദെൻ അതെന്തിനു വേണ്ടിയിട്ടാണ്, അഡീഷണൽ എൻട്രീസ് ഒഴിവാക്കാൻ വേണ്ടി. സോ ആഫ്റ്റർ ദ എൻട്രി ഓഫ് ബുക്ക് പേജിൻ്റെ എൻട്രിക്ക് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, അഡീഷണൽ എൻട്രീസ് ഷുഡ് ബി അവോയ്ഡഡ്. ദെൻ ഇൻ ദ കേസ് ഓഫ് വർക്ക് ഡൺ, നമ്മൾ വർക്ക് ഡണിൻ്റെ ബേസിസിലാണ് ചെയ്യുന്നതെങ്കിൽ ഇഫ് യു ആർ ഫില്ലിംഗ് ദ എംബുക്ക് ഇൻ ദ കേസ് ഓഫ് വർക്ക് ഡൺ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഫുൾ നെയിം ഓഫ് ദ വർക്ക് ഹാസ് ടു ബി ഗിവൺ, ദെൻ സിറ്റുവേഷൻ ഓഫ് വർക്ക്, നേച്ചർ ഓഫ് കോൺട്രാക്ടർ, നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ഹിസ് അഗ്രിമെൻറ്റ്, ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് വർക്ക്, ഡേറ്റ് ഓഫ് ആക്ച്വൽ കംപ്ലീഷൻ ഓഫ് വർക്ക് ആൻഡ് ഡേറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ എംബുക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സിമിലർലി ഇൻ ദി കേസ് ഓഫ് മെറ്റീരിയൽസ് സപ്ലൈഡ്, നമ്മൾ ഏതെങ്കിലും മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തതിൻ്റെ എൻട്രി ആണെങ്കിൽ നെയിം ഓഫ് ദ സപ്ലയർ, നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ഹിസ് അഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ ഓർഡറിൻ്റെ നമ്പറാണ് വെച്ചാൽ അങ്ങനെ. ദെൻ പർപ്പസ് ഓഫ് സപ്ലൈ, ഡേറ്റ് ഓഫ് റിട്ടേൺ ഓർഡർ ടു ബിഗിൻ സപ്ലൈസ്, നമ്മൾ ഏത് ദിവസമാണോ ഓർഡർ എടുത്തത് ആ ഡേറ്റ് മുതൽ, കാരണം എന്താണ് കറക്റ്റായിട്ട് സപ്ലൈസ് അറിയാനായിട്ട്. ദെൻ ഡേറ്റ് ഓഫ് ആക്ച്വൽ കംപ്ലീഷൻ ഓഫ് സപ്ലൈസ്, എപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഡേറ്റ് ഓഫ് മെഷർമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ദി കേസ് ഓഫ് മെറ്റീരിയൽസ് സപ്ലൈഡ് വി ഹാവ് ടു എൻറ്റർ ഇൻ ദ എംബുക്ക്. Then ഓരോ സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സും ഇറ്റ് ഷുഡ് ബി എൻറ്റർഡ് വിത്ത് എ സിഗ്നേച്ചർ ആൻഡ് ഡേറ്റ്. ഏത് ഡെസിഗ്നേഷനിലുള്ള ഗവൺമെൻറ് സെർവൻ്റ് ആണോ ആ മെഷർമെൻറ്റ്സ് എൻറ്റർ ചെയ്തത് അദ്ദേഹം തന്നെ ഹാവ് ടു സൈൻ വിത്ത് ദ ഡേറ്റ് ആൻഡ് ഡെസിഗ്നേഷൻ. അതുപോലെ തന്നെ ഓരോ ഇതിനും സ്യൂട്ടബിൾ അബ്സ്ട്രാക്റ്റും നമ്മൾ ഇതിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കണം. മീൻസ് അതായത് വർക്ക് ഡൺ ആണോ അതിൻ്റെ അബ്സ്ട്രാക്റ്റ്, പിന്നെ അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റിയുടെയും മീൻസ് അതെന്താ ഓരോ ക്വാണ്ടിറ്റിയും ഏതൊക്കെ ഐറ്റംസിൻ്റെയാണ് ഓരോ ക്വാണ്ടിറ്റീസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ അബ്സ്ട്രാക്റ്റും ഇതിനോടൊപ്പം പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞു എല്ലാ പേയ്മെൻറ്റ്സ് ഓഫ് വർക്ക് ഓർ സപ്ലൈസ് ആർ ബേസ്ഡ് ഓൺ ദ എംബുക്കിൽ. എംബുക്കിലുള്ള റെക്കോർഡിങ്സ് അല്ലെങ്കിൽ എൻട്രീസിൻ്റെ ബേസിസിലായിരിക്കും വിൽ ബി ഗിവിങ് പേയ്മെൻറ്റ്സ്. സോ ദ ഗവൺമെൻറ് സെർവൻ്റ് ആയിരിക്കണം എന്ത് ചെയ്യണം, ഇതിലുള്ള എല്ലാ മെഷർമെൻറ്റ്സും എൻട്രി ചെയ്യുന്ന സമയത്ത് പോസിബിൾ കെയർ ഷുഡ് ബി ഗിവൺ വൈൽ എൻറ്ററിങ് ദ റെക്കോർഡിങ്സ് ഇൻ എംബുക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം എറേഴ്സ് വരികയാണെങ്കിൽ കണ്ടൻസ് ഓർ ഏരിയ എന്നുള്ള കോളത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് അത് എൻട്രി ചെയ്തിരിക്കണം. ദെൻ റണ്ണിങ് കോൺട്രാക്റ്റിൻ്റെ ബേസിസിലാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻ്റർവെൽസിലാണ് ഇപ്പോൾ റണ്ണിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇഫ് യു ആർ പേയിങ് ദ കോൺട്രാക്ട് വിത്തിൻ ഇൻ്റർവെൽസ്, ഓരോ ഇൻ്റർവെല്ലിലാണ് നമ്മൾ പേ ചെയ്യുന്നതെങ്കിൽ എവിടെയാണോ പേയ്മെൻറ്റ് നടത്തിയത് അവിടെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓവർ പേയ്മെൻറ്റ്സ്. കാരണം എവിടെയാണോ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തത് അതിനുശേഷം പിന്നെയും ഫസ്റ്റ് മുതൽ നമ്മൾ പേയ്മെൻറ്റിന് മെഷർമെൻറ്റ്സ് ക്വാണ്ടിറ്റീസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം. ദെൻ അതേപോലെ ഒരു കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുത്ത ശേഷം ഹി ഷുഡ് റൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഐ അക്സെപ്റ്റ് ദ മെഷർമെൻറ്റ്സ്. ഓക്കെ, എന്നിട്ട് സൈൻ ചെയ്തിരിക്കണം. കോൺട്രാക്ടർ പേയ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞു, ഐ അക്സെപ്റ്റ് ദ മെഷർമെൻറ്റ്സ് വന്നിട്ട് കോൺട്രാക്ടർ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിയിരിക്കണം. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് മെഷർമെൻറ്റ് ബുക്കിൽ എൻട്രീസ് ഉണ്ടായിരിക്കണം. ഏത് പേജും ബ്ലാങ്കായി വിടാൻ പാടില്ല. ബ്ലാങ്കായി വിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺസ് കാരണം വിട്ടിട്ടുണ്ടെങ്കിൽ ഡയഗണൽ ലൈൻസ് യൂസ് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്തിരിക്കണം. ഓൾസോ ഇറ്റ് ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ ദ ഡേറ്റഡ് ഇനീഷ്യൽസ് ഓഫ് ദി ഗവൺമെൻറ് സെർവൻറ്റ് കൺസേൺഡ്. ഏത് ഗവൺമെൻറ് സെർവൻ്റ് ആണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അദ്ദേഹം അത് ഡേറ്റോടുകൂടി സൈൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അറ്റസ്റ്റഡ്. ദെൻ ഒരു എൻട്രീസും ഇറേസ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ദാറ്റ് കൺസേൺഡ് ഗവൺമെൻറ് സെർവൻറ്റ് തന്നെ റെസ്പോൺസിബിൾ ആണ്. സോ അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ട് അപ്പം തന്നെ അറ്റസ്റ്റ് ചെയ്യണം. ഡേറ്റോട് കൂടി സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്യാം. ദെൻ ഏതെങ്കിലും മെഷർമെൻറ്റ്സ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസലേഷനും അതേപോലെ തന്നെ അറ്റസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തതെന്നുള്ള റീസണും കൂടി അതിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ എൻട്രീസ് ഷുഡ് ബി മെയ്ഡ് വിത്ത് ഇങ്ക്. മാക്സിമം പോസിബിൾ ആയിട്ട് ഇങ്ക് കൊണ്ട് തന്നെ മാക്സിമം നമ്മൾ എൻട്രീസ് മേക്ക് ചെയ്യുക.
ദെൻ പെൻസിൽ എൻട്രീസ് ഒരിക്കലും ഇങ്ക് വെച്ച് കവർ ചെയ്യാൻ പാടില്ല, ഓവർ റൈറ്റിംഗ് ചെയ്യാൻ പാടില്ല. ദെൻ അത് എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടൻറ്റ് ഓർ ഏരിയ എന്നുള്ള കോളത്തിൽ സ്പെസിഫൈ ചെയ്യുക. ദെൻ അതേപോലെ തന്നെ ഓരോ ഈച്ച് മെഷർമെൻറ്റ് ബുക്കിനും ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും. സോ ആ ഇൻഡെക്സും ദാറ്റ് ഗവൺമെൻറ് സെർവൻറ്റ് ഷുഡ് കംപ്ലീറ്റ് ദി ഇൻഡെക്സ് ആൻഡ് കീപ് ദി ഇൻഡെക്സ് അപ് ടു ഡേറ്റ്. ഓക്കെ, അതൊക്കെ ആ ഗവൺമെൻറ് സെർവൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാം. ദെൻ മുന്നിലുണ്ടായിരുന്ന വാല്യൂസ് ആ പേയ്മെൻറ്റ്സിൻ്റെ അവിടെ റെഡ്യൂസ് ചെയ്യുക അല്ലേ. സോ ഇപ്പോൾ ഒരു 10 lakhs വർക്കാണ്, ഇപ്പോൾ ഒരു 2 lakhs ആയപ്പോൾ നമ്മളത് പേ ചെയ്തു എങ്കിൽ എന്താണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് എമൗണ്ടിലോട്ട് വരുന്ന സമയത്ത് ആ 2 lakhs ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കറക്റ്റായി ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് ഓവർ പേയ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ദെൻ പേയ്മെൻറ്റിൻ്റെ സമയത്ത് ഏത് സെക്ഷൻ വരെയാണോ പേയ്മെൻറ്റ് ചെയ്തത്, ഇറ്റ് ഷുഡ് ഡ്രോ വിത്ത് എ ഡയഗണൽ റെഡ് ലൈൻ ഇങ്ക് അക്രോസ് എവറി പേജ്. ഏതൊക്കെ പേജസിൻ്റെ ക്വാണ്ടിറ്റീസ് ആണോ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തത് ആ ഒരു റെഡ് ഇങ്ക് വെച്ചിട്ട് അത് അക്രോസ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് പോകണം. അതുപോലെ തന്നെ എപ്പോഴാണോ അത് പേ ചെയ്തത് ആ ടൈം അതിൻ്റെ റെഫറൻസ് നമ്പർ കൊടുത്തിരിക്കണം, ഡേറ്റ് ഓഫ് വൗച്ചർ അല്ലെങ്കിൽ സബ് വൗച്ചർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്തിരിക്കണം. Then when the measurement book is asked for the submission for inspection, for the purpose of inspection, it should be submitted on request. അപ്പോൾ കറക്റ്റായിട്ട് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് വിൽ ബി സബ്മിറ്റഡ് ടു ദ അക്കൗണ്ടൻറ്റ് ജനറൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂലി ഓതറൈസ്ഡ് മെമ്പർ ഓഫ് സ്റ്റാഫ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ബുക്സ് ലോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, അത് കറക്റ്റായിട്ട് നമ്മുടെ ഹയർ അതോറിറ്റീസെ അറിയിച്ചിരിക്കണം. സോ ദേ വിൽ ബി ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ. ദെൻ ഇതിന് നമ്മൾ മെഷർമെൻറ്റ് ബുക്കിന് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോഡൽ പ്രൊവിഷൻസ്. ഏതൊക്കെ കോഡാണ്? APPWD കോഡ്, APPWA കോഡ് ആൻഡ് ഫിനാൻഷ്യൽ കോഡ്. ഈ 3 കോഡിൻ്റെ ബേസിസിലാണ് നമ്മൾ മെഷർമെൻറ്റ് ബുക്കിലുള്ള എൻട്രീസ് നടത്തുന്നത്. Next is bill of quantities. Bill of quantities, it is also referred as BOQ. എന്ന് വെച്ചാൽ എന്താ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റ് ആണ്. അതിൽ മെറ്റീരിയൽസ്, ലേബേഴ്സ്, അതിൻ്റെ കോസ്റ്റ്, ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ക്ലയൻറ്റും കൺസൾട്ടൻറ്റും കോൺട്രാക്ടറും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണിത്. കാരണം എന്താണ്, എത്ര മെറ്റീരിയൽസ് വേണം, എത്ര ലേബേഴ്സ് വേണം, അതിൻ്റെ കോസ്റ്റ്. സോ ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ക്ലയൻറ്റിന് കോൺട്രാക്ടർ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ ബി ഗെറ്റിംഗ് ആൻ ഐഡിയ റിഗാർഡിംഗ് ദ മെറ്റീരിയൽസ് കോസ്റ്റ് റിക്വയർഡ് ഫോർ ദ മെറ്റീരിയൽസ് ആൻഡ് ലേബേഴ്സ്. സോ ഇതിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 types ആണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് വരുന്നത്, ബിൽ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ബിൽ ഓഫ് ലേബർ. ദെൻ ദ ബേസിക് ഫോമാറ്റ് ഫോർ പ്രിപ്പയറിംഗ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ വരുന്നുള്ളൂ. ഐറ്റം ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ്, ക്വാണ്ടിറ്റി, റേറ്റ് പെർ യൂണിറ്റ്, ടോട്ടൽ എമൗണ്ട്. ആസ് സച്ച് ഇൻ വേർഡ് എസ്റ്റിമേഷനിൽ നമ്മൾ ഡീറ്റെയിൽ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഫുള്ളായി ലെങ്ത്തും ബ്രെഡ്ത്തും വിട്ടൊന്നുമില്ല, കാരണം നമ്മൾ ഇതിൽ ഡയറക്റ്റായി ക്വാണ്ടിറ്റിയാണ് എൻ്റർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ്, ക്വാണ്ടിറ്റി, റേറ്റ് പെർ യൂണിറ്റ്, ഫിഗറിലും വേർഡ്സിലുണ്ട്, ടോട്ടൽ എമൗണ്ട്, റിമാർക്സ്. ദെൻ ഇത് നമ്മളെങ്ങനെ ചെയ്യുക വെച്ചാൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും, ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ വെച്ചിട്ട് ഡ്രോയിങ്സ് വെച്ചിട്ട് ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്താ ഓരോ സ്റ്റെപ്പിലും ഓരോ ഇതിന് ക്വാണ്ടിറ്റീസിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ദെൻ നമ്മൾ ഇതിൽ തന്നെയാണ് ഡയറക്റ്റായിട്ട് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്ത് പോവാം. സോ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി അറ്റ് ലാസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യും. ദെൻ നെക്സ്റ്റ് ബിൽ ആൻഡ് വൗച്ചർ. ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര വർക്ക് ഡൺ ചെയ്തു അല്ലേ, എത്ര വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ അക്കൗണ്ടാണ് ബില്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്ര മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തു, ഇതിൽ ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക് ഡൺ വരാം, അതുപോലെ തന്നെ മെറ്റീരിയൽസ് സപ്ലൈഡ്, എത്ര ഡ്യൂ എമൗണ്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബില്ലിൽ വരുന്നത്. വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് പേയ്മെൻറ്റ്, ഇത്ര പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. നമ്മൾ ഇത്ര പേയ്മെൻറ്റ് കൊടുത്തു, അത് പ്രൂഫായി സൂക്ഷിക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ഡസ് കോൾഡ് വൗച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ പേയ്മെൻറ്റിനും ഫസ്റ്റ് ബില്ല് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ബില്ല് പേയ്മെൻറ്റ് ചെയ്യും. എന്നിട്ട് അതെങ്ങനെയാണ് ബൈ സിഗ്നേച്ചർ അല്ലെങ്കിൽ റവന്യൂ സ്റ്റാമ്പിൻ്റെ ബേസിസിലാണ് പേയ്മെൻറ്റ് മേക്ക് ചെയ്യുന്നത്. മീൻസ് അവർ പേയ്മെൻറ്റ് ഓബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ സ്റ്റാമ്പ് അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ട് അത് ഇൻഷ്യൂർ ചെയ്യണം. നമ്മൾ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ബില്ല് എന്തായി മാറും, വൗച്ചറായി മാറും.
ഓക്കെ, നമ്മൾ ബില്ലെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ വൗച്ചർ എന്ന് പറഞ്ഞത് നമ്മൾ റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ട് സൂക്ഷിക്കുന്നതാണ് വൗച്ചർ എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ബിൽസ്, എങ്ങനെയൊക്കെ നമുക്ക് പേയ്മെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ ബിൽ ഉണ്ട്, പാർട്ട് ബിൽ ഉണ്ട്, പാർട്ട് ആൻഡ് ഫൈനൽ ബിൽ, ഹാൻഡ് റെസിപ്റ്റ്, ഇങ്ങനെ ടൈപ്സ് ഓഫ് ബിൽസ് വരുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ ബിൽ എന്ന് പറഞ്ഞാൽ വർക്ക്സിനും സപ്ലൈസിനും നമ്മൾ കൊടുക്കുന്നതാണ്. ഒരൊറ്റ സിംഗിൾ പേയ്മെൻറ്റ് മേക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത ഒരു ഫൈനൽ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്താലുള്ള ഫൈനൽ പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള വർക്ക്സിനെയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ ബിൽ അല്ലെങ്കിൽ ഫൈനൽ ബിൽ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ആയിട്ടുള്ളൊരു, ഇറ്റ്സ് ഓൾസോ കോൾഡ് റണ്ണിങ് അക്കൗണ്ട് ബിൽസ്. സോ റണ്ണിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഇൻ്റർവെൽസിൽ നമ്മൾ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് റണ്ണിങ് ബിൽ. ദെൻ മോഡ് ഓഫ് പേയ്മെൻറ്റ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. ഒന്ന് ഫസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ് ചെയ്യാം, റണ്ണിങ് ഓൺ ഇൻറ്ററിം ഓർ അക്കൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാം, ദെൻ ഫൈനൽ പേയ്മെൻറ്റ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ആൻഡ് സെക്യൂർഡ് അഡ്വാൻസ് പേയ്മെൻറ്റ്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ ബില്ല് പോലെ തന്നെയാണ്. ജോബ് കംപ്ലീഷന് ശേഷം നമ്മൾ പേ ചെയ്യുന്നതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ റണ്ണിങ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വിതിൻ ചില പ്രോഗ്രസ്, വെൻ ദ വർക്ക് ഇസ് പ്രോഗ്രസിങ് വിൽ ബി പേയിങ് ദ കോൺട്രാക്ട് വിതിൻ സർട്ടൻ ഇൻ്റർവെൽസ്. നമ്മൾ ഇൻ്റർവെൽസ് സെലക്ട് ചെയ്തിട്ട് ആ ഇൻ്റർവെൽസിൽ പേ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് റണ്ണിങ് പേയ്മെൻറ്റ്. ദെൻ ഫൈനൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന ലാസ്റ്റ് പേയ്മെൻ്റ് ആണ് ഫൈനൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദി അക്കൗണ്ടാണ് അതിന് വരുന്നത്. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ എന്താണ്, കുറച്ച് ഒരുപാട് ഹെവി വർക്കൊക്കെ ആണെങ്കിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ആവും. സോ വിൽ ബി ഗിവിങ് അഡ്വാൻസ് പേയ്മെൻറ്റ് ടു ദ കോൺട്രാക്ടർ വിതൗട്ട് മെഷറിങ് ദ ക്വാണ്ടിറ്റി. ദെൻ സെക്യൂർഡ് അഡ്വാൻസ് പേയ്മെൻറ്റ്, ദെൻ ഒരു സെക്യൂരിറ്റിൻ്റെ ബേസിസിൽ നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് സെക്യൂർഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ചില മെറ്റീരിയൽസിനൊന്നും നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കില്ല. ദെൻ നെക്സ്റ്റ് ഹാൻഡ് റെസിപ്റ്റ് ആണ്. ഹാൻഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഫോം ഓഫ് വൗച്ചറാണ്. സോ നമ്മളത് കൊടുത്തതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റ് തന്നെയാണ് ഹാൻഡ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഹാൻഡ് റെസിപ്റ്റിലൂടെയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അഗ്രിമെൻറ്റ്സ് ഒന്നും മേക്ക് ചെയ്യുന്നില്ല. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പേയ്മെൻറ്റ്സ് വരുന്നത്. പ്രിപ്പറേഷൻ, എക്സാമിനേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ബിൽസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ബിൽസ് പേ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇത് പ്രിപ്പയർ ചെയ്യണം. സോ ഇത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, മെഷർമെൻറ്റ് ബുക്കിലുള്ള റെക്കോർഡിങ്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ബിൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ എവിടെയെല്ലാം അരിത്മെറ്റിക്കൽ കാൽക്കുലേഷൻസ് ആവശ്യമുണ്ടോ വിൽ ബി ഡൂയിങ് ദാറ്റ്. ദെൻ നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ബില്ലാണെങ്കിൽ ഓർ ഇഫ് ഇറ്റ് ഇസ് റണ്ണിങ് അക്കൗണ്ട് വാട്ട് വിൽ ബി ഡൂയിങ്, വിൽ ബി കമ്പയറിംഗ് ദ ക്വാണ്ടിറ്റീസ് വിത്ത് ദ പ്രീവിയസ് ബിൽ. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുന്ന വർക്കാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവുക. സോ വിൽ ബി കമ്പയറിംഗ് വിത്ത് ദ പ്രീവിയസ് ബിൽ. ദെൻ പ്രോപ്പറായിട്ട് ഡിഡക്ഷൻസ് എവിടെയെല്ലാം ചെയ്യണോ വിൽ ബി ഡൂയിങ് ദ ഡിഡക്ഷൻസ് പ്രോപ്പർലി. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് വൈൽ പ്രിപ്പയറിംഗ് ദ ബിൽ. റിക്കവറി ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ്, എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിക്കവറി ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതും റിക്കവറി ചെയ്യും. ദെൻ എന്തെങ്കിലും ഹയർ ചാർജസ് ഉണ്ട്, സോ ഹയർ ചാർജസ് പേ ചെയ്യും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലോട്ട് വിത്ത് ഹെൽഡ് ചെയ്യേണ്ട എമൗണ്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യും. ദെൻ പെനാൽറ്റീസ്, സ്ലോ പ്രോഗ്രസ് കാരണം ഉണ്ടാകുന്ന പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ അത് റിക്കവറി ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് വി വിൽ ബി ഫൈനലി ഗിവിങ് ദ പേയ്മെൻറ്റ് or preparing the bill. ഫൈനൽ ബിൽസിൻ്റെ കേസ് ആണെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് വർക്ക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പേയ്മെൻറ്റിന് വേണ്ടി ബില്ല് പാസ് ആയിട്ടുണ്ടെങ്കിൽ എവറി പേജ് കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽ മെഷർമെൻറ്റ് വിൽ ബി സ്കോർഡ് ഔട്ട് ബൈ എ ഡയഗണൽ റണ്ണിങ്. എല്ലാം ഓക്കെയാണ്, പേയ്മെൻറ്റ് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ബില്ല് പാസ് ആയിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ഡൂയിങ്, ആ ഓരോ പേജസും ഇറ്റ് വിൽ ബി സ്ട്രൈക്ഡ് യൂസിങ് എ റെഡിങ് ലൈൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ദ വൗച്ചർ ഫോർ പേയ്മെൻറ്റ് അതും മെഷർമെൻറ്റ് ബുക്കിൽ എൻട്രി ചെയ്തിരിക്കും. ദെൻ കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ. കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കോൺട്രാക്ടർ വെർ ഓൾ ട്രാൻസാക്ഷൻസ് റിഗാർഡിംഗ് ദ പെർട്ടിക്കുലർ കോൺട്രാക്ടർ ആർ എൻറ്റേർഡ്. ആ കോൺട്രാക്ടറിനെ ബേസ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ആ കോൺട്രാക്ടറുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അതിലാണ് എൻട്രി ചെയ്യുന്നത്. ഡിവിഷണൽ ഓഫീസറാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
എല്ലാ പേയ്മെൻറ്റ്സും ഇപ്പോൾ റിക്കവറീസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാ പേയ്മെൻറ്റ്സും അതിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. റെഗുലറായിട്ട് കോൺട്രാക്ടർ അത് എൻട്രി ചെയ്തിരിക്കണം, കാരണം ഇതിന് എറേഴ്സ് ഉണ്ടാവുന്നത് ഒഴിവാക്കാനായിട്ട്. ദെൻ എല്ലാ കോൺട്രാക്ടേഴ്സിനും ഓരോ സെപ്പറേറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ആ ഓരോ കോൺട്രാക്ടേഴ്സ് ലെഡ്ജറും പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യണം. അതുപോലെ മന്ത്ലി അത് ബാലൻസ് ചെയ്തിട്ട് ടാലി ചെയ്തിരിക്കണം. ലാസ്റ്റ് ടേം ഇതിൽ വരുന്നത് ഇംപ്രസ്ഡ് മണിയാണ്. എന്ന് വെച്ചാൽ എന്താ, റിവോൾവിംഗ് ഫണ്ട്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനെയാണ് റിവോൾവിംഗ് ഫണ്ട് അല്ലെങ്കിൽ ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് പെറ്റി ക്യാഷ് ഫണ്ട്. ഇപ്പോൾ മൈനർ ഡിസ്ബേഴ്സ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി വെച്ച് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ടാലി ചെയ്യാൻ സാധിക്കില്ല. സോ വിൽ ബി യൂസിങ് റിവോൾവിംഗ് ഫണ്ട്. സോ റെസീപ്റ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെറ്റി ക്യാഷ് വൗച്ചർ യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ സർട്ടൻ ഇൻ്റർവെൽസിൽ ഇംപ്രസ്ഡ് അക്കൗണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്പെൻഡഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇംപ്രസ്ഡ് അക്കൗണ്ട് റിപ്ലനിഷ് ചെയ്ത് പോവും. സോ ഇംപ്രസ്ഡ് അക്കൗണ്ടിലോട്ട് എത്രയാണോ ഓത്തറൈസ് ചെയ്ത് തന്നിരിക്കുന്നത്, സോ ആ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ പെറ്റി ക്യാഷ് പ്ലസ് അതേപോലെ തന്നെ എത്ര സൈൻഡ് റെസീപ്റ്റ്സും അല്ലെങ്കിൽ പെറ്റി ക്യാഷ് വൗച്ചേഴ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ടോട്ടൽ സം ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ കയ്യിൽ കുറച്ച് പെറ്റി ക്യാഷ് ഉണ്ടായിരിക്കും, ദാറ്റ് എമൗണ്ട് പ്ലസ് എത്ര നമ്മൾ ഹാൻഡ് റെസീപ്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, സൈൻഡ് റെസീപ്റ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതേപോലെ തന്നെ പെറ്റി ക്യാഷ് വൗച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ടോട്ടൽ സം ആയിരിക്കും ഇംപ്രസ്ഡ് മണി അല്ലെങ്കിൽ ഇംപ്രസ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്സ് എന്നുള്ള പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.